ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡേൺ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ 2 BHK 3 BHK ഭവനങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം. വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു. നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായ ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086 3999995 8086 7999992. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ 35 കമ്പനികളുമായി ധാരണാപത്രം. ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്ന് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് വിവിധ കമ്പനികളുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്നു. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് 1999 സ്റ്റാർട്ട് ചെയ്തത്. അതിൽ 5 കോഴ്സുകളാണ് ഉള്ളത്. ഏകദേശം 950 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇൻടേക്ക് എന്ന് പറയുന്നത് 60 പേരാണ് ഇൻടേക്ക്. ഈ കുട്ടികളുടെ ഇൻറ്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സമ്മർ ഇൻറ്റേൺഷിപ്പ് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന സമ്മർ ഇൻറ്റേൺഷിപ്പ് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കമ്പനി വിസിറ്റിന് വേണ്ടിയിട്ടുമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതുമാതിരി തന്നെ ഇത്രയും കമ്പനികളായിട്ടുള്ള ഒരു MOU നമ്മൾ പോകുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. 35 കമ്പനികളാണ് നമുക്കുള്ളത്. ഇതിനകത്ത് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള കമ്പനികളാണ് ഇതിനകത്ത് വരുന്നത്. ഫെബ്രുവരി 17 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഈ 35 കമ്പനികളുടെ MOU നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അന്നത്തെ ദിവസം ഉദ്ഘാടകരായിട്ട് വരുന്നത് നമ്മുടെ ബിന്ദു മിനിസ്റ്ററാണ്. അധ്യക്ഷനായിട്ട് UR പ്രദീപ് അദ്ദേഹമാണ് MLA. മുഖ്യാതിഥിയായി സ്ഥലം MP രാധാകൃഷ്ണൻ സാറാണുള്ളത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സാറ്, ബ്ലോക്ക് മെമ്പർമാർ, ഇവരെല്ലാവരും തന്നെ ഇതിനകത്ത് ഉണ്ട്. സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ 35 കമ്പനികളുമായാണ് കോളേജ് സഹകരിക്കുന്നത്. 35 കമ്പനികളുടെ CEOമാരും ഈ ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവരുടെ എങ്ങനെയാണ് അവർ നമ്മുടെ കുട്ടികളായിട്ട് ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് അവരവിടെ നടത്തും. അവരുടെ ഒരു പ്രൊഫൈൽ വീഡിയോ, അത്തരത്തിലുള്ള വലിയൊരു പ്രോഗ്രാമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മാധ്യമങ്ങളെ നാളെ ഉച്ചയ്ക്ക് 2:30 കൂടെ ക്ഷണിക്കുകയാണ്. ആ ഒരു പ്രോഗ്രാം കവറേജ് ചെയ്യാനും ഞങ്ങളായിട്ട് കൂടുതൽ സഹകരിക്കാനും പോളിടെക്നിക്കിനെ കുറിച്ച്, പ്രത്യേകിച്ച് ചേലക്കര പോളിടെക്നിക്കിനെ കുറിച്ച് കൂടുതൽ പബ്ലിസിറ്റി പൊതുജനങ്ങളിൽ ഇനിയിപ്പോൾ അഡ്മിഷനൊക്കെ വരികയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഞങ്ങളായിട്ട് സഹകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതിൽ 10 കമ്പനികൾ കോളേജിലെ മുൻ വിദ്യാർത്ഥികളുടേതാണെന്ന പ്രത്യേകതയുമുണ്ട്. ചേലക്കര MLA UR പ്രദീപ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആലത്തൂർ MP K രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്ക് സമ്മർ ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ്, ഷോർട്ട് ടൈം ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നിവ ഉറപ്പാക്കുന്നതിനാണ് ഈ സംരംഭം. ഇനി വരുന്ന കുട്ടികൾ, ഇനി പഠിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ വിദഗ്ധമായിട്ട് ഏത് മേഖലയിൽ എടുത്താലും അതിലെല്ലാം കൃത്യമായ പരിശീലനവും അതിനെക്കുറിച്ച് അറിവും. നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണ എന്താ വെച്ചാൽ പഠിച്ചിറങ്ങിയ കുട്ടി യാഥാർത്ഥ്യമായി ചേരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കമ്പനി പോകുമ്പോൾ അവരെ ബന്ധപ്പെടാനോ ആ വർക്ക് ചെയ്യാനോ ആ രൂപത്തിലുള്ള ഒരു പഠനം നമുക്ക് നിലവിലില്ല. അത് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ 35 കമ്പനികളും ആ കുട്ടികൾ കൃത്യമായിട്ട് അതിൻ്റെ പരിശീലനം നേടി അതെങ്ങനെ ചെയ്യണം, എന്താണ് അതിൻ്റെ വർക്കൗട്ട് എന്ന് പഠിച്ച് എല്ലാം തികഞ്ഞൊരു ഉദ്യോഗസ്ഥനായിട്ട് തന്നെ ഈ കോഴ്സ് കഴിയുമ്പോൾ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ ചേലക്കര പോളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന കുട്ടികൾക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു പരിശീലനം കിട്ടുന്നുണ്ട്. അത് ആ കുട്ടികൾക്ക് ഭാവിയിൽ വലിയ തരത്തിലേക്ക് എത്തിച്ചേരാൻ സഹായമാവും. അതിന് കമ്പനികളും മറ്റുള്ള തരത്തിലേക്ക് എത്തിക്കും എന്ന ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഞങ്ങൾ കാണുന്നില്ല. അതിൻ്റെ ഫോളോപ്പ് PT ആയാലും അധ്യാപകരായാലും നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുൻ വർഷങ്ങളിലും വളരെ കേമായിട്ട് മറ്റുള്ള പോളിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നിലത്തിലുള്ള പ്ലേസ്മെൻറ്റ് കാര്യങ്ങളും ഈ ചേലക്കര പോളിയിൽ നടന്നിട്ടുണ്ട്.
നിലവിൽ 3 കോഴ്സുകൾക്ക് NBA അക്രഡിറ്റേഷനുള്ള ഈ സ്ഥാപനത്തിൽ അടുത്ത അധ്യയന വർഷം മുതൽ AI ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സ് ആരംഭിക്കാനുള്ള നടപടികൾ നടന്നുവരുന്നതായും അധികൃതർ അറിയിച്ചു. ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന കോഴ്സ് സർക്കാർ മേഖലയിൽ ചേലക്കര പോളിടെക്നിക്കിൽ അടുത്ത വർഷം മുതൽ ആരംഭിക്കും. അതിനുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു. അപ്രൂവലിൻ്റെ ഒരു സാങ്ഷൻ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ വെയിറ്റ് ചെയ്യാണ് AICT എന്നുള്ളത്. ബാക്കിയെല്ലാം ഞങ്ങളുടെ ആയിക്കഴിഞ്ഞു. അതിൻ്റെ പ്രോസസ്സ് നടന്നു കഴിഞ്ഞു. ഇനി ഒരു പെർമിഷൻ എന്നുള്ള പറയുന്ന ആ ഒരു ഒഫീഷ്യൽ ഓർഡറിന് വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും അടുത്ത വർഷം മുതൽ സിവിൽ മെക്കാനിക് ഈ വരാൻ പോകുന്ന അധ്യയന വർഷം 2026 ജൂൺ അഡ്മിഷൻ മുതൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നൊരു കോഴ്സും കൂടെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. 60 സീറ്റ് എല്ലാം നമ്മുടെ ഇൻടേക്ക് 60 സീറ്റാണ്. അതേപോലെ തന്നെ NBA അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു കോളേജ് കൂടിയാണിത്. 3 കോഴ്സ് 5 കോഴ്സിൽ 3 കോഴ്സുകൾക്ക് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ്റെ അക്രഡിറ്റേഷൻ ലഭിച്ച ഒരു കോളേജും കൂടിയാണ് ചേലക്കര ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രദീപ് M, ലെക്ചറർ അഞ്ജു രാജൻ, PTA പ്രസിഡന്റ് സുമയ്യ കബീർ, വൈസ് പ്രസിഡന്റ് M രാമദാസ്, കോളേജ് യൂണിയൻ ചെയർമാൻ അഭിഷേക് M എന്നിവർ പങ്കെടുത്തു. കാരണം വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ചെലവ് കുറവും അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താ ഇന്റേൺഷിപ്പ് കൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് കമ്പനികളിൽ നിന്ന് മനസ്സിലാവും. കാരണം നമ്മളിത് പുറത്ത് പോകുകയാണെങ്കിൽ നമ്മളൊരു വഴിപാട് പോലെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ചെയ്യുക, ഒരാഴ്ച പോവും 2 ആഴ്ച പോവില്ല, അങ്ങനെയുള്ള രീതിക്കാണ് പുറത്ത് നമ്മൾ പോയി ചെയ്യുമ്പോൾ നടക്കുന്നത്. പക്ഷേ ഇത് കോളേജുകളിലാകുമ്പോൾ നോക്കാനും മറ്റു കാര്യങ്ങൾക്ക് ആളുണ്ടാകുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് തന്നെയാണ് ഇതിൻ്റെ ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നല്ല രീതിക്കുള്ള പിന്തുണ ഇതിന് ഉണ്ട്. CCV ന്യൂസ് ചേലക്കര.